ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. ലക്ഷ്മി, എന്തോ? ലക്ഷ്മിയാണോ എന്റെ സ്റ്റഡി റൂമിലെ അലമാര തുറന്നത്? മുറി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ മേശപ്പുറത്തിരുന്ന ബുക്സും ഫയൽസും മറ്റും അതിൽ വെക്കാൻ വേണ്ടി ഞാൻ ആകെ പേടിച്ചു പോയി. വല്ല കള്ളന്മാരെ മറ്റായിരിക്കുന്നു വിചാരിച്ചു. അതുകൊണ്ടാണ് ഓടിക്കരച്ച് വന്നത്. ആ അൽമാരയിൽ അലാമുണ്ട്. അത് ആര് തുറന്നാലും എനിക്ക് സിഗ്നൽ കിട്ടും. രാമ വന്നില്ലേ? ഇല്ല. പിന്നെ ഒറ്റയ്ക്കാവുമ്പോ സൂക്ഷിക്കണം. വാതിലൊന്നും തുറന്നിടരുത്. ഞാൻ മറ്റേ എന്താ ഈശ്വർ, എനിത്തിങ് ഇമ്പോർട്ടന്റ്? ബിന്ദിനിപ്പുറം ഇന്ത്യയിലെന്ന് പറയുന്നവരോട് സാറിന് ധൈര്യമായിട്ട് പറയാം, ബിന്ദിനിപ്പുറം ഇന്ത്യ തന്നെയാണെന്ന്. റെഡ് അലർട്ട്, ഗ്രീൻ അലർട്ട് ആയി സാർ. ഈസ് ഇറ്റ്? അതും പറഞ്ഞതിന് 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ റിസർച്ച് ചെയ്തുണ്ടാക്കിയ എന്റെ ഫ്ലൈറ്റ് ആകാശത്തിൽ പറന്നു വരാൻ പോകുന്നു. ഐ വിൽ ഹാവ് മൈ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ഡേ ആഫ്റ്റർ ടുമോറോ. ഗുഡ്, താങ്ക് യു. മൊത്തം ഇന്ത്യൻ എയർഫോഴ്സും വ്യക്തിപരമായ ഞാനും അഭിമാനം കൊള്ളുന്ന നിമിഷമാണിത്. നിങ്ങൾ ടെസ്റ്റ് ഫ്ലൈറ്റിന് റെഡി ആയിക്കോളൂ. ഞാൻ റഡാർ റൂമിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ.
Red alert. Clear to taxi for runway 30. Altimeter 1014 millibars. Proceeding for test flight. Flying time 30 minutes. Level 350360. Enter runway and line up. How is the engine parameters with max speed? Under control, sir. Ishwar, be careful. My God, you have done it, man. Sir, now we are going to evade the radar and fly. Wonderful. Unbelievable. You have achieved it. Mission complete. Request rejoin. Level 90 for landing. Descend to 3,000 feet. Runway 30. Altimeter 1014 millibars. Congratulations, my boys. Thank you, sir. ധൈര്യമായി നെഞ്ചു വിരിച്ചു നിൽക്ക് അഭിമാനത്തോടെ. നിങ്ങൾ എയർഫോഴ്സിന്റെ മാത്രമല്ല ഈ നാടിന്റെ മുഴുവൻ അഭിമാനമാണ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു ബോത്ത്. All it, sir. 80% സക്സസ് ആയിട്ടുള്ളൂ, 20% ബാക്കിയുണ്ട്. ഇറ്റ് ഈസ് നത്തിങ്. ചെറിയ കാര്യങ്ങൾ. As far as I am concerned, the project is a success. Thank you, sir. ലക്ഷ്മി എന്നല്ലേ പേര്? പേര് മാത്രമല്ല മറ്റു പലതും എനിക്കറിയാം. ആരാ? മനസ്സിലായില്ല. പൈലറ്റ് ട്രെയിനിങ്ങിന് വന്ന ഒരു വായാടി പെണ്ണിന്റെ കാര്യം സാറ് പറഞ്ഞു കാണും. ആ പെണ്ണ് ഞാൻ തന്നെയാ. പേര് ശ്രദ്ധ. ശ്രദ്ധ കൗൾ. ഇനി ഒരാളുകൂടി ഉണ്ട്. അയലത്തെ സുന്ദരി ഫാത്തിമ. സക്കീർ സാറിന്റെ ഭാര്യ. അകത്തോട്ടിരിക്കാം. വേണ്ട. കൺഗ്രാറ്റുലേഷൻസ് ഞങ്ങളുടെ സാറിന്റെ മനസ്സ് മാറ്റിയെടുത്തതിന്. ഇതെങ്ങനെ സാധിച്ചു? എന്ത് മറിമായം?
വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ. എന്തോ കഴുത്തില് താലിയില്ലെന്നോ? മനസ്സ് രണ്ടും ഒന്നായ പിന്നെ താലി എന്തിനാ എന്റെ പാത്തുക്കുട്ടി? അള്ളാനെ പച്ചക്കള്ളം, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇബിലീസ്. വീടെവിടെയാ? ആലപ്പുഴ. എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈശ്വർ സാറിനോടൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു തരാൻ പറ. ലക്ഷ്മി എന്ത് പറഞ്ഞാലും ഈശ്വർ സാർ കേക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഈശ്വർ സാറിന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട. ഞാൻ പോവാ, എനിക്ക് പെരുത്ത പണിയുണ്ട്. ലക്ഷ്മിക്കുട്ടി ഇവിടെ വന്നേ. ഈശ്വർ സാർ ഇത്രയും നാൾ കാത്തിരുന്നതിന് ഇപ്പോഴാണ് ഒരർത്ഥം ഉണ്ടായത്. ലക്ഷ്മിയല്ല, സാക്ഷാൽ മഹാലക്ഷ്മി. ഞാൻ വരട്ടെ, ബൈ. അന്ന് ഞാൻ അവളെന്റെ കസിൻ എന്നൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ അവസ്ഥയിൽ ഒരുതരം തടിതപ്പലായിരുന്നു. കസിൻ എന്ന് പറഞ്ഞപ്പോഴേ എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. പിന്നെ സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ അന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് എന്തെങ്കിലും ലക്ഷ്മി അവളെ കുറിച്ച് സാറിനോട് പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല, അവള് പറഞ്ഞില്ല. എന്തിനു വെറുതെ അതിനെ കരയിപ്പിക്കണം? അതുകൊണ്ട് അതറിയാനുള്ള ആഗ്രഹവും ഞാനങ്ങ് ഉപേക്ഷിച്ചു. ഇനി അവളായിട്ട് പറയണമെങ്കിൽ പറയട്ടെ. കേട്ടോ ഫാത്തിമ, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇവന്റെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ പെണ്ണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ബേർഡൻ പോലെ തോന്നിയിരുന്നു. സത്യത്തിൽ ഇപ്പോഴാ ഒരു പെണ്ണിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, കാര്യമായിട്ട് ആലോചിച്ചോളാം ഉടനെ. ഇനി ആലോചിക്കാനൊന്നുമില്ല സാർ. അയ്യോ, ആള് കൂടെയുള്ളപ്പോ ഇനിയൊരു ചടങ്ങിന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ. പറഞ്ഞ കുളവാ. ഒളിഞ്ഞിരുന്ന് കേട്ടതിന് മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വർത്തമാനം കേട്ടത്. ഞാൻ ഇവിടെ ആ കുട്ടിയെ കണ്ടിരുന്നു, സംസാരിക്കുകയും ചെയ്തു. സാധു കുട്ടിയാ സാർ. ഈ ന്യൂസ് ഞാൻ മൊത്തം ക്യാമ്പസിൽ ഒന്ന് ഫ്ലാഷ് ചെയ്യട്ടെ? വേണ്ട വേണ്ട, താൻ ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിടണ്ട. തൽക്കാലം നമ്മൾ ഇത്രയും പേരെ അറിഞ്ഞാൽ മതി. വരട്ടെ. Here goes an officer and a gentleman. അപ്പൊ ഞാനോ? സാർ എന്റെ സക്കീർ ബായ് അല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അക്കാഡമിയിൽ ആദ്യമായി ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടി നമ്മുടെ ഈ ശ്രദ്ധ ഇന്നിതാ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ തന്നെ ആദ്യത്തെ വനിതാ പൈലറ്റിന് എന്റെ സ്വന്തം പേരിലും ഓരോ കേഡറ്റിന്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ശ്രദ്ധ. സാർ. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സാർ. സോ യു ആർ റെഡി? സാർ. റിമെമ്പർ വൺ തിങ്, ഇത്രയും നാൾ ഫ്ലൈ ചെയ്യുമ്പോൾ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തിരുത്താൻ ഒരാള്. ഇന്നിപ്പോൾ ശ്രദ്ധ ആദ്യമായി ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. സാർ. യുവർ ഫ്ലൈറ്റ് ഇസ് റെഡി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.